ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇതുവരേക്കും സെൽഫ് ലവിനെ കുറിച്ചും സെൽഫ് ഹീലിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ്. ഈ ഒരു ഹെഡിങ് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു പാറ്റേണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് വൈകാരികമായിട്ട് അകലുക, വൈകാരികമായിട്ട് വേർപിരിയുക എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളൊരാളുമായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ട് ഡിറ്റാച്ച് ചെയ്യുന്നതിന് ശരിക്കും നമ്മൾ അവരിൽ നിന്ന് അകന്നു പോകണോ, വേർപിരിഞ്ഞു പോകണോ? നോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എനർജറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിൽപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ നിങ്ങളെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആളുകളോട് ഒരു ചേസിങ് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പലപ്പോഴും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഹർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും നിങ്ങൾക്ക് തിരിച്ച് ഒന്നും തന്നെ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് തോന്നും ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വേണം എന്നുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തികളും സാഹചര്യങ്ങളും സ്വഭാവങ്ങളും എല്ലാം തന്നെ. ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം, അത് നിങ്ങളിപ്പോൾ വലിയ പ്രശ്നമായിട്ട് കാണുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നേക്ക് 5 വർഷത്തിന് ശേഷം അത് നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കുമോ? ഭൂരിഭാഗം ആളുകളുടെ ഉത്തരം എന്ന് പറയുന്നത് നോ എന്നായിരിക്കും. ഈ ലോകത്തിൽ ഒന്നും തന്നെ അങ്ങനെ നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടും. നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് നിങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റിൽ നമുക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം, ഒരു വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണോ, നിങ്ങളുടെ വർക്ക് സൈറ്റിലെ പ്രശ്നങ്ങളാണോ, എന്തും ആയിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക. ആ പ്രശ്നത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്താണ്, യഥാർത്ഥത്തിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് അകലാൻ സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ സമ്മതിക്കാത്തത് എന്ത് കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് എഴുതി വെക്കുക. പലപ്പോഴും ആളുകളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ തന്നെ പൂർത്തീകരിക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അത് അവരെ പുറമേ നിന്നൊരു സോഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. അതാണ് പലപ്പോഴും ഒരു ഡിറ്റാച്ച്മെൻറ്റ് തയ്യാറാക്കാത്ത ആളുകളെ നിർത്തുന്ന ഒരു കാര്യം. ജേർണലിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ആഴത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതാൻ സാധിക്കും. അതിലെ ചതിക്കുഴികൾ എന്താണെന്നുള്ള കാര്യവും നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ പാഷനെക്കുറിച്ചാണോ, അതോ ജോലിയെക്കുറിച്ചാണോ, അതോ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയെക്കുറിച്ചാണോ, അതോ ഒരു വ്യക്തിയെക്കുറിച്ചാണോ, ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്കുള്ള ക്രഷിനെക്കുറിച്ചാണോ, അത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നാണോ, അതോ നിങ്ങളുടെ ഈഗോയെക്കുറിച്ചാണോ, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ജേർണലിങ്ങിലൂടെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഹിഡൻ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഇവിടെ റിവീലാകും. യഥാർത്ഥത്തിലെ കാരണം എന്താണെന്ന് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇങ്ങനെയൊരു റീസൺ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 3 പോകാം. അതായത് നിങ്ങളുടെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിന്ന് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് എല്ലാം എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ എന്താണ് ഇങ്ങനെ പ്രശ്നം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാറി ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ തിരയാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ എക്സ്റ്റേണലായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ കയ്യിൽ നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളുടെ കോൺസെൻട്രേഷൻ ഒന്ന് മാറ്റുക. നമുക്ക് എന്തിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ആക്ഷൻസ്, അല്ലേ, നമ്മളുടെ ബൗണ്ടറീസ്, ഇതൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൺട്രോളിൽ നിൽക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മളുടെ മനസ്സ് എപ്പോഴും ഒന്നെങ്കിൽ നമ്മളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം നമ്മളുടെ ഈ ഒരു മൊമെൻ്റാണ്. ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം.
നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, അതുപോലെ പെയിൻറ്റ് ചെയ്യാം, പോട്ടറി അതൊക്കെ ചെയ്യാം. കാരണം അതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു പോകും. ആക്ച്വലി ഇതൊരു ഇമോഷണൽ ബഫർ പ്രാക്ടീസാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലല്ല ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യാം. കുറേ നേരം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക. ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ ഇതുവരെ കാണാത്ത പല സാധനങ്ങളും നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം സമാധാനത്തോടെ ഒന്ന് കുടിക്കുക. വളരെ ധൃതി പിടിച്ച് കുടിക്കണം എന്നല്ല, വളരെ സമാധാനമായിട്ട് സാവധാനത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഈ ഒരു മൊമെൻറ്റിൽ നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു ഇൻറ്റേർണൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ ഒരു വരമ്പ് കെട്ടുക. അതായത് നമ്മൾ ഇതുവരേക്കുണ്ടായ എക്സ്പീരിയൻസിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഓൾഡ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങൾ ഒരുപാട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഒരുപാട് ആളുകളോട് അറ്റാച്ച്ഡ് ആവുന്നത് ഓവറായിട്ടുള്ള സംസാരത്തിലൂടെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കുന്നതിനൊരു സമയപരിധി വയ്ക്കാം. നിങ്ങൾ ഒരുപാട് നേരം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം 8 മണി വരെ ഞാൻ ജോലി ചെയ്യും, അതിനുശേഷം ഞാൻ ലാപ്ടോപ്പ് അടച്ചു വെക്കും. അങ്ങനെ നിങ്ങൾക്കൊരു ടൈം ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും. ആളുകളുമായിട്ട് എന്തൊക്കെ സംസാരിക്കണം, സംസാരിക്കേണ്ട എന്നുള്ളത് ഒരു ബൗണ്ടറി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. ആറാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പേടിക്കുന്നൊരു കാര്യമാണ്, പക്ഷേ അത് നിങ്ങൾ ചെയ്യണം. പുതിയ ആളുകളെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാവുക. നിങ്ങൾ കൂടുതൽ ട്രാവൽ ചെയ്യാൻ നോക്കുക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലേക്ക് പോവുക. അതായത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്തിറങ്ങി ജീവിക്കാൻ തയ്യാറാവണം. പുതിയ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റേർണൽ ബൗണ്ടറി അവിടെ തന്നെ ഉണ്ടായിരിക്കണം. എന്തൊക്കെ സംസാരിക്കണം, സംസാരിക്കേണ്ട എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എത്ര ഹെൽത്തി ആയിട്ടൊരു റിലേഷൻ കൊണ്ടുപോകാം എന്നുള്ള കാര്യം. അപ്പോൾ മാത്രം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടൂ. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു ഇൻറ്റേർണൽ ബൗണ്ടറി ഇട്ടതിന് ശേഷം പരിചയപ്പെടുന്ന ആളുകൾ എത്ര ഹെൽത്തി ആയിട്ടാണ് നിങ്ങളോട് ഇടപഴകാൻ പോകുന്നത് എന്നുള്ള കാര്യം. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കംഫർട്ട് സോൺ, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയൊക്കെ നിങ്ങളായിരിക്കണം. അതായത് നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റണം. അവിടെയാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുന്നത്. നിങ്ങളുടെ ഒബ്സഷൻ നിങ്ങളോടായിരിക്കണം. നിങ്ങളുടെ അപ്പിയറൻസിൽ, നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത്. പല പല ആളുകളിൽ നിന്നും പലതും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും പല ആളുകളും ചെയ്തു തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു മെൻ്റലി ഡിറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക, വളരെ പോസിറ്റീവ് സെൻസിൽ. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ തന്നെ വേണമെന്ന് ചടിക്കാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.